ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ സ്വാന്തനത്തിൽ ഉദയഭാനു രാവിലെ തന്നെ വെള്ള മുണ്ടും ഷർട്ടും ഒക്കെ ധരിച്ച് അതുപോലെ തന്നെ വിഗൊക്കെ വെച്ച് നല്ല കുട്ടപ്പനായിട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. അപ്പം തന്നെ ശ്രീകല ചോദിക്കുന്നുണ്ട്, അല്ല എങ്ങോട്ടാ ഈ രാവിലെ തന്നെ? അത് കേട്ടപ്പോൾ ഉദയഭാനു പറയുന്നുണ്ട്, അല്ല നീ അടുക്കളയ്ക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ തന്നു, പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ഞാൻ മേടിച്ചോളാം. അത് കേട്ടപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട്, അല്ല അതിനൊക്കെ നിങ്ങളുടെ കയ്യിൽ എവിടെ നിന്ന് എത്ര പൈസ? അത് കേട്ടപ്പോൾ ഉദയഭാനു പറയുന്നുണ്ട്, ഞാനൊരാളെ കാണാൻ പോവാം, എനിക്കിപ്പോൾ കുറച്ച് പൈസ കിട്ടാനുണ്ട്, അത് വെച്ച് മേടിക്കാമെന്ന് വിചാരിച്ചു. നീ സമയം വൈകിക്കാതെ വേഗം ലിസ്റ്റ് എടുക്കാൻ നോക്ക് ശ്രീകലെ. അത് കേട്ടപ്പോൾ ശ്രീകല ഒരു വലിയ ലിസ്റ്റൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, അതെ, നമ്മൾ അയാളുടെ റേഷൻ കാർഡ് പണയം വെച്ചിട്ട് അയാളെ പറ്റിച്ച് പൈസ 5000 വാങ്ങിയില്ലേ, അതിപ്പോൾ തിരിച്ചു കൊടുക്കണ്ടേ ആ റേഷൻ കാർഡ്? അയാൾ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. അത് കേട്ടപ്പോൾ ഉദയഭാനു പറയുന്നുണ്ട്, ഓ എൻ്റെ ശ്രീകല, അതിനൊക്കെ പരിഹാരം കാണാനാണ് ഞാൻ പോകുന്നത്. എന്തായാലും ഇപ്പം ഞാൻ പോയി വരട്ടെ, എല്ലാത്തിനും പരിഹാരം കാണും. അത് കേട്ടപ്പോൾ ശ്രീകലയ്ക്ക് കുറച്ച് സമാധാനമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ശ്രീകല ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇതിന് മാത്രം പൈസ ഇപ്പോൾ എവിടെ നിന്നാണ് കിട്ടുന്നത്, എവിടെ പോയിട്ടാണ് ഈ ക്യാഷൊക്കെ ഉണ്ടാക്കുന്നത്? അല്ലാതെ ശ്രീകലയ്ക്കൊന്നും അറിയില്ല കേട്ടോ. ആരെയോ വെട്ടിച്ചോ പറ്റിച്ചോ പൈസ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് മാത്രം അറിയാം. പക്ഷെ ഇത് എവിടുന്നാന്ന് അവൾക്ക് അറിയില്ല. അങ്ങനെ ഉദയഭാനു നേരെ കോമഡി സ്റ്റോറിലേക്ക് പോവാണ് കേട്ടോ. അവിടെ നിന്നല്ലേ ഈ ക്യാഷൊക്കെ ഒപ്പിക്കുന്നേ. അവിടെ ചെന്നപ്പോൾ നമ്മുടെ ദേവി ഇരിക്കുന്നുണ്ട് കേട്ടോ, രാമേട്ടനും ഉണ്ട്. ഉദയഭാനുവിന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ അവിടെ നിന്ന് കുറച്ച് പൈസ കളക്ട് ചെയ്തിട്ട് വേണമല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ആരറിയാനാ, തൻ്റെ മകളല്ലേ, അവൾ തന്നെ വിശ്വസിച്ചോളൂ, എത്ര പറ്റിച്ചാലും അവൾ അതറിയാൻ പോകുന്നില്ല എന്നൊരു ധാരണയാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ മകളോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, എന്തൊക്കെയാണ്, സുഖമല്ലേ നിനക്ക്? അത് കേട്ടപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ? അച്ഛൻ എൻ്റെ അനിയനെ പറ്റിക്കാൻ പോവല്ലേ? അതൊന്നും നടക്കില്ല അച്ഛാ. ആകാശിന്റെ ഫ്രണ്ടിന്റെ ഭൂമി അച്ഛൻ വാങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ടല്ലേ ഈ വരവ്? അതൊന്നും പറഞ്ഞ് അവനെ പറ്റിക്കാൻ പറ്റില്ല അച്ഛാ. അച്ഛൻ വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കാതെ പോവാൻ നോക്ക്. അപ്പോൾ ഉദയഭാനു പറയുന്നുണ്ട്, മോളെന്താ അങ്ങനെയൊക്കെ പറയുന്നേ? അച്ഛൻ പഴയ പോലെ ഒന്നല്ല, ഇപ്പം അച്ഛൻ ആരും ചതിക്കാറൊന്നുമില്ല. എന്താ മോളെ, അച്ഛനെ വിശ്വസിക്ക്. ഉദയഭാനുവിന്റെ ഈ ഒരു ഡയലോഗ് കേട്ടപ്പം നമ്മുടെ ദേവീന്റെ മനസ്സൊക്കെ ഒന്ന് ചെറുതായിട്ട് അലിയുന്നുണ്ട്. എത്രയായാലും അച്ഛനല്ലേ, അപ്പം അലിയാതിരിക്കില്ലല്ലോ. അങ്ങനെ പിന്നെ കടയിൽ നിറച്ച ആൾക്കാർ വരുന്നുണ്ട്. രാമേട്ടനും നമ്മുടെ ദേവിയൊക്കെ നന്നായിട്ട് ബിസി ആവുന്നുണ്ട് കേട്ടോ. സാധനങ്ങൾ എടുത്തു കൊടുക്കണം, ബില്ലാക്കണം, പാക്ക് ചെയ്യണം, അങ്ങനെ അങ്ങനെ അവർ ബിസി ആവുന്നുണ്ട്. ഈ കറക്റ്റ് തക്കം നോക്കിയിട്ട് ഉദയഭാനു തൻ്റെ പരിപാടി അങ്ങോട്ട് തുടങ്ങി. അവിടെ ഷെൽഫ് പോയിട്ട് ക്യാഷ് എടുക്കുകയാണ് കേട്ടോ. എന്നാൽ ഇതൊക്കെ ക്യാമറയിൽ പതിയുന്നുണ്ട് കേട്ടോ. ഇത് ഉദയഭാനുവിന് അറിയില്ലല്ലോ, കറക്റ്റ് ക്യാമറയിൽ എല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ദേവി പിന്നെയും അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ്റെ ഉദ്ദേശം എന്താ? അച്ഛനൊന്ന് പോയിക്കേ, എനിക്ക് കുറച്ച് സമാധാനം വേണം. അച്ഛനോട് ഉള്ളതുകൊണ്ട് എനിക്ക് ടെൻഷനാണ്, ഒന്ന് പോകാൻ നോക്കിക്കച്ച. അത് കേട്ട ഉദയഭാനു പറയുന്നുണ്ട്, ഞാൻ പോവാൻ മോളെ, അതെല്ലാം നിന്റെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നീ പറയണേ, നിന്റെ ശമ്പളം കിട്ടുമ്പോൾ എന്നോട് പറയണം കേട്ടോ എന്നൊക്കെ പറയണം കേട്ടോ. അങ്ങനെ അച്ഛൻ പോകാൻ നിൽക്കുമ്പോൾ ദേവിക്ക് പാവം തോന്നിയിട്ട് അവൾ ഒരു 500 രൂപയ്ക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. അവൾക്കും അറിയില്ലല്ലോ അച്ഛൻ തന്നെ ഇങ്ങനെ ചതിക്കുകയാണെന്നുള്ളത്. കാരണം അവളുടെ ലൈഫ് വെച്ചാണല്ലോ ഈ കളിക്കുന്നത്. ഇതൊക്കെ ദേവമംഗലംകാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നമാവും. എന്നിട്ടും അച്ഛൻ ഇങ്ങനെ ഒരു കളി കളിക്കുന്നത് അവൾക്ക് അറിയില്ലല്ലോ, പാവം. അങ്ങനെ ദേവി പതിവ് പോലെ കടയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. വീട്ടിലേക്ക് വന്ന പാടെ അവൾ സാധാരണ ചെയ്യുന്നത് കളക്ഷനൊക്കെ നോക്കും, എത്ര ക്യാഷ് കിട്ടി കാര്യങ്ങളും, പിന്നെ നമ്മൾ എഴുതി വെച്ച ബില്ലും കാര്യങ്ങളൊക്കെ നോക്കും. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 5000 രൂപയുടെ ഷോർട്ടേജ്. കാരണം അത് ഉദയഭാനു അടിച്ചു മാറ്റിയല്ലോ, അത് അവൾക്ക് അറിയില്ലല്ലോ. അങ്ങനെ അവൾക്ക് ആകെ തലപെരുക്കാണ് കേട്ടോ. അതിപ്പോൾ എവിടെ നിന്ന് വന്നു ഈശ്വര, അത് എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ അവൾ ചിന്തിക്കുകയാണ്. ഇനിയിപ്പോൾ ടെൻഷനോട് കൂടെ താൻ നോക്കിയിട്ടാണോ ഈ ഒരു പ്രശ്നം എന്ന് വിചാരിച്ചിട്ട് അവൾ അനുവിനെ വിളിക്കുന്നുണ്ട്. അനു ഒന്ന് വന്നേ, അനു എനിക്കൊരു പ്രശ്നം ഈ കണക്ക് നോക്കിയപ്പോൾ. അങ്ങനെ അനു വന്നിട്ട് പറയുന്നത്, ഏടത്ത് ടെൻഷൻ ആവല്ലേ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവൾ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പം അവളും പറയുന്നുണ്ട്, അയ്യോ ഇതിൽ 5000 രൂപ മിസ്സിങ് തന്നെയാണല്ലോ കണക്ക് നോക്കുമ്പം. അപ്പോഴേക്കും ദേവിക്ക് ഭയങ്കര ടെൻഷൻ ആവാണ് കേട്ടോ. എവിടെ പോയെന്ന് അറിയില്ലല്ലോ, എന്തായാലും അവളെ എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യുള്ളൂ. അപ്പോഴേക്കും മീനൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ അവരും ഇതൊക്കെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ സമയത്ത് മീന് പറയുന്നുണ്ട്, ചിലപ്പോൾ അച്ഛനെടുത്തതായിരിക്കും അല്ലേ. അങ്ങനെ അവർ അപ്പം തന്നെ ബാലനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, അതെ അതെ, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു 5000 രൂപ കേട്ടോ എന്ന് പറയാണ്. അത് കേട്ടപ്പോഴാണ് നമ്മുടെ ദേവിക്ക് സത്യം പറഞ്ഞാൽ സമാധാനമായത് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഹാവു ഞാൻ പേടിച്ചു പോയി, ഇപ്പോഴാണ് സമാധാനമായത് എന്ന് പറയാണ്. അപ്പോൾ ഇതെല്ലാം ആനന്ദ് കാണുന്നുണ്ട്. ആനന്ദിന് കറക്റ്റ് തെളിവ് കിട്ടിയല്ലോ, പക്ഷെ ഇത് അവതരിപ്പിക്കണമെങ്കിൽ ഒരു സന്ദർഭം വേണം. അപ്പോൾ അവൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ദേവി കണക്ക് നോക്കുന്ന സമയത്ത് ഷോർട്ടേജ് കാണും, അപ്പോൾ ആ സമയം കയറി പിടിക്കാമെന്നാണ് അവൻ ഓർത്തത്. പക്ഷെ അവൻ വിചാരിക്കുന്നുണ്ട്, കയ്യിൽ തെളിവുണ്ടായിട്ട് പോലും അവസരം ഒത്തു വന്നില്ലല്ലോ എന്ന്. പക്ഷെ എന്തോ ആ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ അനു കറക്റ്റ് ആ ഒരു ലിസ്റ്റ് നോക്കുമ്പം അതിൽ അടുത്ത പേജിലായിട്ട് അച്ഛനെടുത്ത 5000 എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അനു പറയുന്നുണ്ട്, അയ്യോ അച്ഛനെടുത്ത പൈസ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ ഷോർട്ടേജുള്ള 5000 കാണാതായത് തന്നെയാണെന്ന് അവൾ പറയാണ്. അത് കേട്ടപ്പോൾ ദേവി വീണ്ടും നന്നായിട്ട് പേടിക്കുകയാണ്. അങ്ങനെ ദേവി പെട്ടെന്ന് ആ ബുക്ക് വാങ്ങിയിട്ട്, ശരിയാണല്ലോ, അച്ഛൻ രാമേട്ടനോട് പറഞ്ഞു, രാമേട്ടൻ എന്നോട് പറഞ്ഞു, ഞാനാണത് എഴുതി വെച്ചത്, ഞാൻ മറന്നുപോയി
അയ്യോ ഇപ്പൊ പോയ പൈസ ഏതായിരിക്കും? ഇതൊക്കെ കേട്ടിട്ട് ആനന്ദിന് ഭയങ്കര സന്തോഷമാവാണ്. അങ്ങനെ ആനന്ദ് പറയുന്നുണ്ട്, യെസ് ഇതാണ് കറക്റ്റ് സമയം, ഞാൻ എന്തായാലും കള്ളനെ പൊക്കും, ഉറപ്പാണ്. ഗോമതിയും അതുപോലെ തന്നെ നമ്മുടെ ബാലനും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും അതിന്റെ പിറകെ പോകണ്ട, പൈസ പോയത് പോട്ടെ എന്നിങ്ങനെ അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് കേട്ടോ. പക്ഷെ ആനന്ദ് വിട്ടുകൊടുക്കുന്നില്ല. ആനന്ദ് വന്നിട്ട് പറയുന്നുണ്ട്, അതെന്തായാലും പൊക്കണം, ആ ഒരു മോഷ്ടാവിനെ നമുക്ക് പൊക്കിയേ പറ്റൂ. കുറെ കാലമായി ഞാനിത് മനസ്സിൽ വിചാരിക്കുന്നു, എപ്പോഴും നമ്മുടെ പൈസ അങ്ങനെ പോകുന്നുണ്ട്. അത് കേട്ടപ്പോൾ ബാക്കിയുള്ളവർ ചിന്തിക്കുന്നുണ്ട്, മോഷ്ടാക്കളോ, അതെന്താ ഏട്ടൻ അങ്ങനെ പറഞ്ഞേ? അതെ, ഞാൻ തെളിവ് സഹിതം കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണെന്ന്. കടയിൽ സ്ഥിരമായിട്ട് ഒരാൾ വന്ന് മോഷ്ടിക്കുന്നുണ്ട്, അതാരും അറിയുന്നില്ലെന്ന് മാത്രം. എന്തായാലും എനിക്ക് അയാളെ കണ്ടുപിടിച്ചേ പറ്റൂ. എനിക്ക് ആദ്യം സംശയം തോന്നിയിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനൊരു ഒളി ക്യാമറ ഫിറ്റ് ചെയ്തു. ഞാൻ ആരോടും പറഞ്ഞില്ല, കാരണം ആരും ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ലല്ലോ. ഇനിയിപ്പോ എന്തായാലും ക്യാമറ ചെക്ക് ചെയ്താൽ മതിയല്ലോ, കള്ളനെ നമുക്ക് കൈയോടെ പൊക്കാം. അന്ന് 2000 രൂപ നമ്മുടെ കടയിൽ നിന്ന് പോയി, അതാരും വലിയ കാര്യമാക്കിയില്ല. പിന്നെ 25,000 പോയി, അതും ആരും വലുതായിട്ട് കാര്യമാക്കിയില്ല. അന്നല്ലേ നമ്മുടെ മാമൻ നമ്മുടെ വീട് വിട്ട് ഇറങ്ങിപ്പോയത്, അതുകൊണ്ട് അന്നും ആരും അതിന്റെ പിറകെ പോയില്ല. പക്ഷെ ഞാൻ ഉറപ്പിച്ചതാ, എനിക്ക് എന്തായാലും ഇത് കണ്ടുപിടിച്ചേ പറ്റൂ. കാരണം ദിവസം ഇപ്പൊ പൈസ ഇങ്ങനെ ഇടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതാരാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മുടെ കടത്തെ പൈസ മോഷ്ടിച്ചിട്ട് ആരും അത്ര സുഖമായിട്ട് ജീവിക്കേണ്ട. എന്തായാലും എന്റെ ക്യാമറയിൽ പതിഞ്ഞ വിഷ്വൽസ് നമുക്ക് പരിശോധിക്കാം, അപ്പൊ നമുക്ക് മനസ്സിലാവും ആരാ നമ്മൾ എത്രയും പറ്റിക്കുന്നെന്ന്. അപ്പോ ബാലൻ പറയുന്നുണ്ട്, എന്തായാലും മോനെ നിനക്ക് ബുദ്ധി തോന്നിയ നന്നായി, അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ആകാശം ആര്യനൊക്കെ പറയുന്നുണ്ട്, നമുക്ക് ഇതുവരെ ആ ഒരു ബുദ്ധി തോന്നിയില്ലല്ലോ. അപ്പം ആനന്ദ് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഫുള്ളായിട്ട് പരിശോധിക്കാണ് കേട്ടോ. ആനന്ദ് ശരിക്കും ഷോക്കാവുന്നുണ്ട് കേട്ടോ കള്ളനെ കാണുമ്പോൾ. എല്ലാവരും വെയിറ്റിങ്ങിലാണ് കേട്ടോ, ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ആരാണ് തങ്ങളെ ഇത്രയും പറ്റിക്കുന്നത്. ശരിക്കും ആനന്ദ് സർപ്രൈസ് ആവാണ് കേട്ടോ അത് കാണുമ്പം. അങ്ങനെ അവൻ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇത്രയും നാളും ഞാൻ കാത്തിരുന്ന ആ ഒരു സന്ദർഭം വന്നു, അവളെ എന്തായാലും അടിച്ചിറക്കണം, കള്ളി, ഞങ്ങളുടെ പൈസ കൊണ്ട് അവൾ ഇത്രയും കാലം സുഖമായിട്ട് ജീവിക്കായിരുന്നല്ലേ, എന്തായാലും എല്ലാവരെയും അറിയിച്ചിട്ട് അവളെ അടിച്ചിറക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ദേഷ്യത്തോടു കൂടെ ശബ്ദം ചെയ്യാണ് കേട്ടോ. അങ്ങനെ ആനന്ദ് എല്ലാവരോടും കൂടെ ആയിട്ട് കാര്യം പറയാൻ പോവാണ്. ദേവിയാണ് ഇതൊന്നും അറിയുന്നില്ല കേട്ടോ, അവളും ചിന്തിക്കുന്ന ആരോ ഒരാൾ വന്ന് പൈസ മോഷ്ടിക്കാണ്, പക്ഷെ അത് തന്റെ അച്ഛനാണെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പൊ ബാലനൊക്കെ പറയുന്നുണ്ട്, ആ മോനെ നീ പറ, ആരാണ് നമ്മളോട് ഈ ഒരു ചതി ചെയ്തത്? അപ്പൊ ആനന്ദ് പറയുന്നുണ്ട്, എല്ലാവരും ഷോക്കാവും, എനിക്ക് ഉറപ്പാ, കാരണം നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു, ഞാൻ ആദ്യം മുതൽ ഇയാളാണെന്ന് വിചാരിച്ചിരുന്നു. എന്തായാലും വീഡിയോ വെച്ചുകൊണ്ട് കാണാൻ പറ്റി. അപ്പൊ ആരും ആകാശമൊക്കെ ചോദിക്കുന്നുണ്ട്, ആരാണ് ആനന്ദേട്ടാ, നമ്മുടെ കസ്റ്റമേഴ്സ്, സ്ഥിരം കസ്റ്റമേഴ്സ് ആരെങ്കിലും ആണോ, അല്ലെങ്കിൽ നാട്ടുകാരെങ്കിലും ആണോ? അത് കേട്ടപ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, ഏയ് അവരാരും ഇല്ല, നമ്മുടെ സ്വന്തം ആള് തന്നെയാ. അപ്പൊ പെട്ടെന്ന് ആകാശ് ഞെട്ടുന്നുണ്ട് കേട്ടോ, കാരണം അവൻ ഇടയ്ക്കൊക്കെ വന്നിട്ട് ഓരോ സാധനങ്ങൾ എടുക്കാറുണ്ട്, ഇനിയിപ്പൊ ഏട്ടൻ അതെന്താണെങ്കിലാണോ പറയുന്നത്. പക്ഷെ ആനന്ദ് പെട്ടെന്ന് തന്നെ കാര്യം അവതരിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ, നമ്മൾ ഇത്രയും കാലം നമ്മളെ പറ്റിച്ച ആ ഒരു കള്ളൻ വേറെ ആരുമല്ല, ഇതാ ഇവളുടെ അച്ഛനാ, ഈ ദേവിയുടെ അച്ഛൻ, ആ ഫ്രോഡ്, ആ കള്ളൻ, അയാളാണ് ഇത്രയും കാലം നമ്മളെ പറ്റിച്ചേ. അത് കേട്ടപ്പോ എല്ലാവരും ഷോക്കാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ ബാലൻ പറയുന്നുണ്ട്, എന്താണ് നീ എന്താ ഈ പറയുന്നേ, നീ ആരെ കുറിച്ച് ഈ പറയുന്നത്, നിനക്ക് വല്ല ബോധ്യമുണ്ടോ, എന്തെങ്കിലും ഇങ്ങോട്ട് വിളിച്ചു പറയാ. അതും ദേവി ഇവിടെ നിൽക്കുന്നില്ല, അവളുടെ മുന്നിൽ നിന്നാണ് അവളുടെ അച്ഛനെ പറ്റി പറയുന്നത്, നിനക്കെന്താ ബോധമില്ലേ? അത് കേട്ടപ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, എനിക്ക് ബോധമൊക്കെ ഉണ്ട്, അച്ഛൻ എന്താ ഈ പറയുന്നത്, അയാൾ തന്നെയാണ് ഈ കള്ളൻ, അയാൾ ശരിക്കും ഫ്രോഡാണ്, അവരുടെ ഫാമിലി മൊത്തം ഫ്രോഡാണ് അച്ഛാ, അവരെല്ലാവരെയും ചതിച്ചും പറ്റിച്ചൊക്കെയാണ് ഈ ഒരു പൈസ ഉണ്ടാക്കുന്നത്, അത് അച്ഛൻ അറിയാഞ്ഞിട്ടാണ്. അത് കേട്ടപ്പോൾ ഗോമതിക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവൾ വന്നിട്ട് പെട്ടെന്ന് അവന്റെ മുഖത്ത് അടിക്കാനുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താ ഈ പറയുന്നത്, വാക്കുകൾ സൂക്ഷിക്കണം, നീ ആരെ കുറിച്ച് ഈ പറയുന്നത്, നിനക്കെന്താ ബോധമില്ലേ? കുറച്ച് നാളായിട്ട് നിനക്ക് ദേവി മോളോട് എന്തോ ഒരു അടുപ്പക്കുറവുണ്ടെന്ന് എനിക്ക് അറിയാം, ഞാൻ നിന്നോട് ചോദിക്കാനായിട്ട് നിൽക്കായിരുന്നു, പക്ഷെ എന്ന് വെച്ച് നീ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, അവളുടെ അച്ഛനെ പറ്റിയില്ല നീ പറയുന്നത്, നിനക്കെന്താ ബോധമില്ലേ? അയ്യോ എന്റെ അമ്മ, എന്നൊന്ന് വിശ്വസിക്ക്, ഞാൻ പറഞ്ഞ സത്യമാണ്, എന്നെ വിശ്വാസമായില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണ്, ഇതാ എന്നും പറഞ്ഞിട്ട് അവൻ ആ വീഡിയോ ഓൺ ആക്കാണ് കേട്ടോ. എല്ലാവരും അത് കണ്ട് ഞെട്ടിപ്പോവാണ്. ആ ഒരു വീഡിയോയിൽ കറക്റ്റ് ഉദയഭാനു പൈസ എടുക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. കൂടാതെ ആ പൈസ എടുത്തിട്ട് നേരെ ദേവിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. പക്ഷെ അവർ സംസാരിച്ചത് വേറെയാണ്. പക്ഷെ ഈ ഒരു CCTV-യിൽ സംസാരം കിട്ടില്ലല്ലോ, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉദയഭാനു പോകുമ്പോൾ അവള് ഡ്രോന്നൊരു 500 രൂപ എടുത്തിട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അതും കാണാണ്. അപ്പം അതെല്ലാം കൂട്ടി വെച്ചിട്ട് ആനന്ദ് ഭയങ്കരമായിട്ട് ദേവീനെ കുറ്റപ്പെടുത്താണ് കേട്ടോ. അത് കണ്ടിട്ട് അവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. അവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ, തന്റെ അച്ഛൻ ഇങ്ങനൊരു ചതി തന്നോട് ചെയ്യുന്ന അവൾ വിചാരിച്ചില്ല. ഇനിയിപ്പോൾ അവൾ എന്ത് പറഞ്ഞ അവിടെ പിടിച്ചു നിൽക്കും. എന്നിട്ട് ആനന്ദ് പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് സംശയമുണ്ട്, ഉദയഭാനു അയാൾ മാത്രമല്ല ഇവളും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു കളി നടക്കുന്നത് എന്ന്. കാരണം കണ്ടില്ലേ, അവൾ എന്ത് സപ്പോർട്ടാണ് അയാൾക്ക്. മാത്രമല്ല ഇവളും അയാളും കൂടെ എന്തൊക്കെയോ സംസാരിക്കുന്നില്ലേ, എനിക്ക് ഉറപ്പാ ഇവളും കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു കളി ചെയ്യുന്നത്. കാരണം അച്ഛനില്ലാത്ത സമയത്ത് മാത്രമല്ലേ അയാൾ ഇങ്ങോട്ട് വരാറുള്ളൂ, അല്ലേ ആകാശ്? അപ്പൊ ആകാശ് തലയാട്ടുന്നുണ്ട്, സത്യമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആനന്ദ് പറയുന്നുണ്ട്, ഇവൾ ഈ കടയിലേക്ക് ജോലിക്ക്
അമേരിക്കയിലേക്ക് വന്നത് തന്നെ ഇതിനായിരിക്കും, അയാൾക്ക് പൈസ എടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവളാവും ഒരുക്കി കൊടുക്കുക എന്നൊക്കെ ആനന്ദ് ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ച് പറയാണ്. അച്ഛനില്ലാത്ത സമയത്ത് ഇവള് അയാളെ വിളിക്കും, എന്നിട്ട് ഇവള് അയാളോട് ഇങ്ങോട്ട് വരാൻ പറയും. അങ്ങനെ അച്ഛനും മോളും കൂടെ നല്ല രീതിക്ക് ഇവിടുന്ന് മോഷണം ചെയ്തിട്ടുണ്ട്. ഇവർ പറഞ്ഞതെല്ലാം കള്ളാണച്ചാ. അമേരിക്കയിൽ ബിസിനസ് ഉണ്ട്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് എല്ലാം കള്ളാണ്. അയാൾക്ക് ഒന്നുമില്ല, അയാൾക്ക് വെറുതെ മോഷ്ടിക്കാൻ മാത്രമേ അറിയൂ. അതുപോലെ ഇവർക്ക് വീടുണ്ടെന്ന് നമ്മോട് പറഞ്ഞില്ലേ, പക്ഷെ ആ വീട് ഇവരുടേതല്ലച്ചാ. ആരെയോ പറ്റിച്ചിട്ട് അവരുടെ വീട് സ്വന്തമായിട്ട് കൈക്കലാക്കി അവർ താമസിക്കുകയാണച്ചാ. ഇവർ ശരിക്കും കൊള്ളക്കാരാണ്, കള്ളത്തരങ്ങളാണ്, ഫുള്ള് കള്ളാണ്. ഇവരെ നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. നമ്മളാണ് ഇവരുടെ വലയിൽ വീണ് പെട്ടുപോയത്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഞാൻ ഒരുപാട് കാലമായി ഈ ഒരു രഹസ്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നു, പക്ഷെ എനിക്കൊരു അവസരം കിട്ടിയില്ല പറയാൻ. ഇപ്പൊ തന്നെ കണ്ടില്ല, ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞത്, അപ്പൊ ഞാൻ മുന്നേ പറയുകയാണെങ്കിലോ. പക്ഷെ എന്തായാലും ഇപ്പൊ ഒരു അവസരം ഒത്തു വന്നു. ഇതെല്ലാം കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. ദേവമംഗലം ഒന്നാകെ കുലുങ്ങി മറയാണ്. അങ്ങനെ അപ്പൊ തന്നെ നമ്മുടെ ഗോമതി ദേവിയുടെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. ഉദയഭാനുവിനെയും ശ്രീകലനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഒടുവിൽ നമ്മുടെ ദേവീനെ അവിടുന്ന് പുറത്താക്കുന്ന വരെയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. ഓക്കെ, ബൈ, താങ്ക് യു.